കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 1-ാം തിരുലിഖിതം. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത കെണിയിൽ പെട്ടെന്ന് നിപതിക്കും. സുഭാഷിതം 29:1. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത കെണിയിൽ പെട്ടെന്ന് നിപതിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതാ ഈ വചന ശുശ്രൂഷകളിലേക്ക് അവിടുന്ന് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന അങ്ങയുടെ വാത്സല്യ ഭാചനങ്ങളെ അവിടുത്തെ മാറോട് ചേർക്കണമേ. അവിടുത്തെ സ്നേഹം കൊണ്ട് പൊതിയണമേ പിതാവേ. ഈ നിമിഷങ്ങൾ അങ്ങയുടെ മക്കൾക്ക് അത്ഭുതങ്ങളുടെ നിമിഷങ്ങളായി മാറട്ടെ. 147-ാം സങ്കീർത്തനത്തിൽ 15-ാം തിരുലിഖിതം അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പനകൾ അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ഓ ദൈവമേ, ജീവനും ആത്മാവുമായ അങ്ങയുടെ തിരുവചനങ്ങൾ എല്ലാ ജീവിതങ്ങളുടെ മേലും പാഞ്ഞിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർജീവമായ കോശങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. മന്ദിച്ച് മരവിച്ചിരിക്കുന്ന ആത്മീയ മേഖലകൾ പുതുജീവൻ പ്രാപിക്കട്ടെ. കർത്താവേ, ആത്മീയമായ ഉണർവ് നഷ്ടപ്പെട്ട് തീഷ്ണത നഷ്ടപ്പെട്ട് ഇപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ വിരക്തി അനുഭവിക്കുന്ന, ഒരു ഉണർവില്ലാതെ വിഷമിക്കുന്ന, വിശ്വാസം മങ്ങിപ്പോയ ഓരോ കുടുംബങ്ങളിലേക്കും ഇപ്പോൾ അങ്ങയുടെ വചനങ്ങൾ പെയ്തിറങ്ങി അത്ഭുതങ്ങളും അഭിഷേകങ്ങളും കത്തിജ്വലിക്കുന്ന മണിക്കൂറുകളാക്കി ഈ മണിക്കൂറുകളെ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ മക്കൾ അങ്ങയെ അനുഭവിച്ച്, അങ്ങയെ ദർശിച്ച്, വിശ്വസിച്ച്, അങ്ങയെ ആരാധിച്ച് നിത്യരക്ഷ പ്രാപിക്കാൻ തടസ്സമുണ്ടാക്കി കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സ്ഥാപനങ്ങളിലും വിളയാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും, ദുഷ്ടാത്മഭൂതങ്ങളെയും, പൈശാചിക ശക്തികളെയും, രോഗശക്തികളെയും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ദുഷ്ടാത്മാവെ, കുടുംബങ്ങളെയും വ്യക്തികളെയും വിട്ടൊഴിഞ്ഞ് നിത്യനരകാഗ്നി നിപതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഭാഷിതം 29:1. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത കെണിയിൽ പെട്ടെന്ന് നിപതിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അച്ഛനും പരിചയമുള്ള ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൻ്റെ പ്രത്യേകത, കുടുംബനാഥൻ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്ന വ്യക്തിയാണ്. കുടുംബനാഥയും മക്കളും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ധ്യാനത്തിൽ കൂടും, ആണ്ടുതോറുമുള്ള കുമ്പസാരങ്ങളും കൂടെ കൂടെയുള്ള കുമ്പസാരങ്ങളെല്ലാം ചെയ്ത് നല്ല ആത്മീയ ജീവിതം നയിക്കുന്നവർ. എന്നാൽ കുടുംബനാഥനാകട്ടെ ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ചിന്ത എങ്ങനെയാണ്? ഞാൻ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പള്ളിയിൽ പോയിരിക്കുന്നത്? എനിക്ക് വേണ്ടി ഭാര്യ മക്കളൊക്കെ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഞാൻ നാട്ടുകാരെ സേവിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തിന് പൊതുപ്രവർത്തനം വലിയ ഇഷ്ടമാണ്. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ പള്ളിയിൽ പോയി ഞായറാഴ്ച മുഴുവൻ ഇരിക്കുന്ന സമയം കൊണ്ട് 10 വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി മുൻകൈ എടുത്താൽ അതിൻ്റെ പുണ്യം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടും. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ രാത്രി തോറും എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി തൊട്ട് വീട്ടിൽ കുടുംബാംഗങ്ങളോട് കൂടെ ഇരുന്ന് സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് സമയം വേസ്റ്റാക്കുന്നേക്കാൾ നല്ലത് ആ സമയത്ത് 10 പേരുടെ ഒപ്പ് ശേഖരിച്ച് തിരുവനന്തപുരത്തേക്ക് അയച്ച് അവിടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തി റോഡും ഇലക്ട്രിസിറ്റിയും ഫോണൊക്കെ കൊണ്ടുവന്നാൽ അതിൻ്റെ പുണ്യം സ്വർഗത്തിൽ ചെല്ലുമ്പം കിട്ടും. അല്ലാതെ എപ്പോഴും ഇങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അദ്ദേഹം ചിന്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ദൈവം പള്ളിയിലല്ല ഇരിക്കുന്നത്, ദൈവം എൻ്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു വ്യക്തിയുടെയോ രണ്ട് വ്യക്തിയുടെയോ മേലുള്ള പിശാചിന്റെ പ്രവർത്തനമല്ല. ഒരുപാട് ദൈവമക്കളെ സാത്താൻ ഇതുപോലെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ദേവാലയ കർമ്മങ്ങളും വിശുദ്ധ കൂദാശകളും സന്ധ്യാപ്രാർത്ഥനകളും ധ്യാനങ്ങളും കുമ്പസാരങ്ങളും വലിയാഴ്ചയിലെ ശുശ്രൂഷകളും ഇതൊന്നും അവർക്ക് വിലയുള്ളതായി തോന്നുന്നില്ല. അവർക്ക് വിലയുള്ളതായി തോന്നുന്നത് കാരുണ്യപ്രവൃത്തികൾ, അവർക്ക് വിലയുള്ളതായി തോന്നുന്നത് സൽപ്രവൃത്തികൾ. ഈ കാര്യത്തെക്കുറിച്ച് ഞാനും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ ഏതാണ്ട് 40-42 വയസ്സ് വരും. അദ്ദേഹം അങ്ങനെ ഓടി നടന്ന് നാട് മുഴുവൻ സേവിച്ച് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലരും അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ധ്യാനം കൂടണം, ചേട്ടാ കുർബാനയ്ക്ക് പള്ളിയിൽ പോകണം, ചേട്ടാ 2 ആഴ്ച കൂടുമ്പോഴേക്കും കുമ്പസാരിക്കണം, ചേട്ടാ രാത്രിക്ക് കുടുംബാംഗങ്ങളോട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുടുംബത്തിൽ വേണം. അപ്പോഴൊക്കെ ചേട്ടൻ പറയും, ശരി ആകട്ടെ, സമയമാകട്ടെ, ഇപ്പം ധ്യാനത്തിന് ഇപ്പോൾ ഒട്ടും സമയമില്ല, ഭയങ്കര തിരക്കാണ്, തിരക്കൊന്ന് ഒഴിയട്ടെ, ഞാൻ ധ്യാനം കൂടാം, പക്ഷേ സമയമായിട്ടില്ല, സമയമാകട്ടെ, ഞാൻ പള്ളിയിൽ പോകാം, സമയമാകട്ടെ, ഞാൻ പള്ളിയിൽ പോയിക്കൊള്ളാം, അദ്ദേഹം പറയുകയാണ്. അങ്ങനെ കാലങ്ങളും വർഷങ്ങളും കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ തളർന്നു പോയി. ഒരു ഭാഗം മുഴുവൻ തളർന്ന്, ഒരു കൈയും ഒരു കാലും ഒരു ഭാഗത്തെ ചെവിയും ഒരു ഭാഗം മുഴുവനും തളർന്ന് പ്രവർത്തനരഹിതമായി. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഉടനെ അദ്ദേഹത്തിൻ്റെ ആരാധകരെല്ലാം ഓടിക്കൂടി. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, അവരെല്ലാം ഓടിക്കൂടി. അദ്ദേഹം നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ്. ഓടിക്കൂടി അദ്ദേഹത്തെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി. അത് പല സ്ഥലത്തും കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി, ഇവിടെ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി, വെല്ലൂർ കൊണ്ടുപോയി, അപ്പോളോയിൽ കൊണ്ടുപോയി, അങ്ങനെ കൊണ്ടുപോയി അവസാനം ഡോക്ടർമാർ പറഞ്ഞ്, ഇതാ ഈ രോഗം മാറുകയില്ല, ഇതിങ്ങനെ തന്നെ കിടക്കും. ഇത്രയും ജീവൻ കിട്ടുന്നത്, ഇത്ര ഇരിക്കുന്നത് തന്നെ ദൈവാനുഗ്രഹം എന്ന് വിചാരിച്ചാൽ മതി അവർ പറഞ്ഞു. അങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് അവസാനം സ്വന്തം ഇടവകയിലുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. അങ്ങനെ ക്ലിനിക്കിൽ കിടത്താൻ കാരണം, വീട്ടിൽ കിടന്നാൽ ഒരു ഭാഗത്തിന് കടന്ന് ഒരു ഭാഗം പുഴു പിടിക്കും. അതുകൊണ്ട് നേഴ്സുമാരുടെ കെയർ കിട്ടാൻ വേണ്ടിയാണ് ക്ലിനിക്കിൽ കിടത്തിയിരിക്കുന്നത്. സ്വന്തം ഇടവകയിലെ ആശുപത്രി കിടത്തിയിരിക്കുകയാണ്. ഇതാ ഇടവകയിലെ ചേട്ടൻ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയി, ഇതാ ഇപ്പോൾ ഇടവകയിലെ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട് എന്ന് കേട്ട് ആ ഇടവകയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്നു. ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾ അവർ നിഷ്കളങ്കരാണ്. അവർ തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ദൈവവചനം കേൾക്കാത്തതിനെ കുറിച്ച് കർത്താവിന് ഇഷ്ടക്കേടുണ്ട്, ചേട്ടൻ ദൈവവചനം കേൾക്കണം, ഒരു ധ്യാനം കൂടണം, ചേട്ടൻ ഇതുവരെ ഒരു ധ്യാനവും കൂടിയിട്ടില്ലല്ലോ, താമസിച്ചുള്ള ഒരു ധ്യാനം കൂടണം. ആ ചേട്ടൻ പറഞ്ഞു, ശരിയാ, ഞാൻ ഓടി നടന്ന കാലത്ത് എനിക്ക് താമസിച്ചുള്ളൊരു ധ്യാനം കൂടാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ ഈ രോഗം മാറിയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എവിടെയെങ്കിലും പോയി 5 ദിവസം താമസിച്ചുള്ള ഒരു ധ്യാനം കൂടും. ആ ചേട്ടൻ ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളോട് പറഞ്ഞു. ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾ ദൈവസന്നിധി ചേട്ടന് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ കരുണ തോന്നണമേ, ഈ ചേട്ടനെ രക്ഷിക്കണമേ, ഈ ചേട്ടന് ധ്യാനം കൂടാൻ ആഗ്രഹമുണ്ട്, വചനം കേൾക്കാൻ ആഗ്രഹമുണ്ട്, വഴികൾ തുറക്കണമേ. അവർ പ്രാർത്ഥിച്ചു. അവർ വീട്ടിലേക്ക് പോയി. ഏതാണ്ട് ഒരു 4-5 ആഴ്ച കഴിഞ്ഞപ്പോൾ 1.5 മാസത്തിനുള്ളിൽ ഈ ചേട്ടൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയായി. അദ്ദേഹം എഴുന്നേറ്റ് നടക്കുകയും സ്വന്തം കാര്യം ചെയ്യാൻ തുടങ്ങുകയും അദ്ദേഹം സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അദ്ദേഹം എഴുന്നേറ്റ് അങ്ങനെ അദ്ദേഹത്തെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു. വലിയ സന്തോഷമായി, നാട്ടുകാർക്ക് സന്തോഷമായി, വീട്ടുകാർക്ക് സന്തോഷമായി, ഇടവകക്കാർക്ക് സന്തോഷമായി, പാർട്ടിക്കാർക്ക് സന്തോഷമായി, വലിയ സന്തോഷമായി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആരാധകരെല്ലാം വീണ്ടും അടുത്ത് വരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ അണികളെല്ലാം വീണ്ടും ഒത്തുകൂടാൻ തുടങ്ങി. അങ്ങനെ ചേട്ടൻ തിരക്കിലേക്ക് വീണ്ടും നീങ്ങി. ഈ 5-6 മാസം ഇങ്ങനെ രോഗിയായി കിടന്നപ്പോൾ പെൻഡിങ്ങിലായ ഒരുപാട് പേപ്പറുകളും പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ കാസർഗോഡ് തിരുവനന്തപുരം വരെ അദ്ദേഹം പരക്കം പാഞ്ഞ് ഓടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആരാധക നേതാക്കന്മാരെല്ലാം കാണാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം വീണ്ടും ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരാധകർ ഒത്തുകൂടി വലിയ സന്തോഷമായി, ഭയങ്കരമായി, ബഹളമായി, ഓട്ടമായി, ചാട്ടമായി, തിരക്ക്. കൃത്യം 30 ദിവസം കഴിഞ്ഞ് 31ാമത്തെ ദിവസം ഇതാ ചേട്ടൻ വീണ്ടും തളർവാദം പിടിച്ച് കിടപ്പിലായി.
ആ ശരീരത്തിൽ വീണ്ടും ശക്തിയോടെ സ്ട്രോക്ക് ഉണ്ടായി. അദ്ദേഹം തളർന്നു. അദ്ദേഹത്തെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അങ്ങോട്ട് കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുപോയി. ഇതാ അവസാനം സ്വന്തം ആശുപത്രിയിൽ വീണ്ടും കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞ് അങ്ങനെ അദ്ദേഹം രോഗിയായി കിടക്കുമ്പം വീണ്ടും ഇടവകയിലെ പ്രാർത്ഥന ഗ്രൂപ്പുകാർ ഓരോ പറഞ്ഞു, ഇതാ നമ്മുടെ പഴയ ചേട്ടൻ വീണ്ടും രോഗിയായി, ഇതാ ഇടവകയിൽ ഈ ആശുപത്രിയിൽ വീണ്ടും കിടക്കുകയാണെന്ന് വിവരം അറിഞ്ഞ് അവരെത്തി. ആ ചേട്ടനെ അടുത്ത് അവർ വീണ്ടും വലിയ നിഷ്കളങ്കതയോടെ കർത്താവിനെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു, ചേട്ടൻ വചനം കേൾക്കാത്തത് കൊണ്ട് കർത്താവിന് അതൃപ്തിയുണ്ട്. ആ ചേട്ടൻ ചെറിയ വേദന, മനസ്സിൻ്റെ വലിയ കുറ്റബോധത്തോടെ ആ ചേട്ടൻ പറഞ്ഞു, ഇനി എൻ്റെ രോഗം മാറിയില്ലെങ്കിലും ഞാൻ പോയി ധ്യാനം കൂടിക്കോളാം, ഈ രോഗം സുഖപ്പെട്ടില്ലെങ്കിലും ഞാൻ പോയി ധ്യാനം കൂടിക്കോളാം. കാരണം ഞാൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ ധ്യാനം കൂടുന്ന കാര്യം മാത്രം മറന്നുപോയി, ബാക്കിയെല്ലാം ഞാൻ ചെയ്തു, ധ്യാനം കൂടാൻ മാത്രം എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇനി സുഖപ്പെട്ടില്ലേലും കുഴപ്പമില്ല, ഞാൻ ഈ രോഗാവസ്ഥയിൽ തന്നെ പോയി ധ്യാനം കൂടിക്കോളാം. അങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ആ ചേട്ടന് വേണ്ടി ധ്യാനം ബുക്ക് ചെയ്തു, ആംബുലൻസ് ബുക്ക് ചെയ്തു, സ്ട്രെച്ചർ ബുക്ക് ചെയ്തു, പോകാനുള്ള സാധ്യതകളൊക്കെ റെഡിയായി. ഇങ്ങനെ കിടന്ന കിടപ്പിൽ കിടന്ന് ധ്യാനം കൂടാനുള്ള എല്ലാ ഏർപ്പാടുകളും റെഡിയാക്കി, ഭാര്യ വസ്ത്രങ്ങളിൽ അലക്കി റെഡിയാക്കി. ശനിയാഴ്ച വൈകിട്ട് ആശുപത്രി കൊണ്ടുവന്നു. ഞായറാഴ്ച രാവിലെ ആശുപത്രിയിൽ നിന്ന് ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ശനിയാഴ്ച വൈകുന്നേരമായപ്പോൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞായറാഴ്ച നേരം വെളുത്ത് നോക്കുമ്പോൾ ആ ചേട്ടൻ ആശുപത്രിയിൽ മരിച്ച അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. നോക്കുക, ആ ആഴ്ച ആ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ ബുക്ക് ചെയ്ത 200 പേരിൽ 199 പേരും ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു. ഈ ചേട്ടന് മാത്രം ധ്യാനം കൂടാൻ പറ്റിയില്ല. ഈ ചേട്ടന് മാത്രം ആ ധ്യാനത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു. എന്താ ഇതിൻ്റെ അർത്ഥം? ഒരുപക്ഷെ ദൈവം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ചേട്ടൻ ഒത്തിരി തിരക്കുള്ള ചേട്ടനല്ലേ, അങ്ങനെ ഇത്രയും ജീവിതകാലത്ത് ഇത്രയും അവസരം കിട്ടിയിട്ട് ധ്യാനത്തിന് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെ കിടന്ന് വിഷമിച്ച് ധ്യാനം കൂടേണ്ട ആവശ്യമില്ല എന്ന് കരുതി ദൈവം അദ്ദേഹത്തിന് ഇതാ ആ ധ്യാനത്തിൻ്റെ വാതിൽ അടയ്ക്കപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമുണ്ട്. എന്നും കൃപയുടെ പൂക്കാലം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. വാതിൽ അടയ്ക്കുന്ന ഒരു കർത്താവുണ്ട്, വാതിൽ അടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 13:25 വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുറമെ നിന്ന് കർത്താവേ കർത്താവേ തുറന്നു തരണമേ എന്ന് പറഞ്ഞ് മുട്ടാൻ തുടങ്ങും. എന്നാൽ നിങ്ങൾക്ക് അത് തുറന്നു കിട്ടുകയില്ല. ജെറമ്യാ പ്രവാചക പുസ്തകം 13:16 മുതൽ തിരുലിഖിതങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലപ്രദേശങ്ങൾ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ മഹത്വം നൽകുവീൻ. അല്ലെങ്കിൽ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അല്ലെങ്കിൽ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തിക്കും തിരക്കും ഈ ബഹളത്തിന് ശേഷം കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു കാലം വരും. ഈ വലിയ ഓട്ടത്തിനും ചാട്ടത്തിനും ശേഷം നീ ജീവനും വെളിച്ചവും തേടുന്നൊരു കാലം വരും, പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാലം. പക്ഷേ ഇതാ ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു അന്തരംഗം, കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അനുതാപം കിട്ടാത്തൊരു മാനസികാവസ്ഥ, ദൈവത്തെ തേടുമ്പോൾ ദൈവത്തെ കാണുന്നില്ല, അനുഭവം കിട്ടുന്നില്ല. നീ നിത്യജീവൻ ആഗ്രഹിക്കുമ്പോൾ മരണത്തിന്റെ നിഴൽ വിരയ്ക്കുന്ന അന്തരീക്ഷം നിന്റെ ജീവിതത്തിന്റെ മേൽ വ്യാപരിക്കും. വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും നിനക്ക് ലഭിക്കുക എന്ന് തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. ആർക്കാണിത്? ദൈവ ആയിരക്കണക്കിന് അവസരങ്ങൾ ഒരുക്കുമ്പോൾ അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് തന്നിഷ്ടപ്രകാരം നടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് തന്നെ കർത്താവ് ഇത് വെളിപ്പെടുത്തുകയാണ്. അതാണ് സുഭാഷിതങ്ങൾ 29:1. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കട മുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിപതിക്കും. ജ്ഞാനത്തിന്റെ പുസ്തകം 3:11 തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണ്. അവന്റെ പ്രയത്നം വ്യർത്ഥവും അവന്റെ പ്രത്യാശ നിഷ്ഫലവുമാണ്. അവൻ ഉണ്ടാക്കി കൂട്ടുന്നത് നിരുപയോഗപ്രദമാണ്. ആരനുഭവിക്കുന്ന ആർക്കറിയാം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിച്ചു തള്ളരുത്. ദൈവവചനത്തെയും മുതിർന്നവരുടെ ഉപദേശങ്ങളെയും നിങ്ങൾ പുച്ഛിച്ചു തള്ളരുത്. ചോരത്തിളപ്പിന്റെ കാലത്ത്, പണക്കൊഴുപ്പിന്റെ കാലത്ത്, ഉദ്യോഗപ്രൗഢിയുടെ കാലത്ത്, പ്രതാപത്തിന്റെ കാലത്ത് നീ
ലോകത്തെ ആശ്രയിച്ച് ദൈവിക കാര്യങ്ങളെ ഇകഴ്ത്തി സംസാരിക്കരുത്, പുച്ഛിക്കരുത്, നിന്ദിക്കരുത്. പാപിയുടെ പ്രതാപം പുഴുക്കളും ചാണകവുമായി മാറുന്ന ദിനങ്ങൾ വരും എന്ന് ഞാനും നിങ്ങളും അറിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളോട് പഠിപ്പിക്കുന്ന വലിയ ഒരു ആത്മീയ രഹസ്യമുണ്ട്. നാളെ എന്ന് നീട്ടിവെക്കരുത്, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. ഈ നിമിഷങ്ങളിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞു, നീ ഒരു വചനം കേൾക്കണം, നീ ഒരു ധ്യാനം കൂടണം, നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങണം, നിന്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് നീ പരിശോധിക്കണം. എത്രയോ നാളുകൾ എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ട് എൻ്റെ അന്തരാത്മാവിനോട് എൻ്റെ ദൈവം പറഞ്ഞു, ഈ പോക്ക് ശരിയല്ല, ഈ പോക്ക് ശരിയല്ല, നിന്റെ ആത്മാവിനെ നിത്യരക്ഷയെക്കുറിച്ച് ചിന്തിക്കണം. എത്രയോ നാളുകൾ ഞാൻ വായിച്ച പുസ്തകങ്ങളിലൂടെ, ഞാൻ വായിച്ച ദൈവവചനങ്ങളിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു, നിന്റെ ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ച് നീ അധ്വാനിക്കണം, നിന്റെ ആത്മാവിൻ്റെ നിത്യത നീ ഭദ്രമാക്കണം. കർത്താവേ, എൻ്റെ ദൈവരാജ്യ നഷ്ടത്തെക്കുറിച്ച് തിരിച്ചറിയാനോ, എൻ്റെ ദൈവരാജ്യ നഷ്ടത്തെ ഓർത്ത് വിലപിക്കാനോ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ലല്ലോ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇതാ അങ്ങയുടെ മക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങയുടെ വാത്സല്യ വാചനങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ സ്വർഗത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവേ, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അവഗണിച്ച് ലോക കാര്യങ്ങളിൽ വ്യഗ്രത കൊണ്ട് ലൗകിക വ്യഗ്രതകളാൽ ഗ്രസിക്കപ്പെട്ട് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും തിരിച്ചറിവിൻ്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം അതിൽ 1-ാം തിരുലിഖിതം. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കട മുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത കെണിയിൽ പെട്ടെന്ന് നിപതിക്കും. Praise the Lord. Hallelujah, Maranatha. Come, Lord Jesus. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ മുമ്പിൽ ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവഭക്തി നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ, ദൈവഭക്തി നഷ്ടപ്പെട്ടു പോയ മക്കൾ, നമുക്ക് തന്നെ പ്രാർത്ഥനയോട് വിരസത, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതും പണം ചെലവഴിക്കുന്നതും ദേവാലയത്തിൽ പോകുന്നതും അർത്ഥശൂന്യമായി തോന്നത്തക്ക വിധം ഹൃദയത്തിലും മനസ്സിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാര ദുർപീഡകൾ ഈ മണിക്കൂറിൽ ഹൃദയങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോകണം. സന്ധ്യാപ്രാർത്ഥന, വിശുദ്ധ കൂദാശകൾ, ദൈവ ആരാധന, ബലിയർപ്പണം, ബൈബിൾ വായന,
വിശുദ്ധരോടുള്ള അടുപ്പം, പരിശുദ്ധ മാതാവിനുള്ള പ്രാർത്ഥന, ജപമാല, ഇങ്ങനെയുള്ള ഓരോ ആത്മീയ കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെയും വ്യക്തികളെയും കുടുംബങ്ങളെയും വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുന്ന എല്ലാ ദുർശക്തികളെയും ഇതാ ഈ നിമിഷം കുടുംബത്തിൽ നിന്നും ദേശത്തു നിന്നും ആട്ടിപ്പായിക്കുകയാണ്. എല്ലാ ദൈവമക്കളും, വിശ്വാസം തോന്നുന്നവരും വിശ്വാസം തോന്നാത്തവരും, ഉണർവുള്ളവരും ഉണർവില്ലാത്തവരും എല്ലാവരും സഭയോട് ചേർന്ന് ഈ നിമിഷങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥനയ്ക്കെതിരായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക പീഡകൾ ഇതാ തകർന്നടിയുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, തലമുറകളായി ഈ ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ സേനകളുടെയും ആധിപത്യങ്ങളെ ശാസിക്കുന്നു. ഓ ദൈവമേ, ഇവരുടെ കുടുംബങ്ങളിൽ വളരുന്ന മക്കൾക്ക് ദൈവത്തോടും ആത്മീയ കാര്യങ്ങളോടും പ്രാർത്ഥനയോടും ദേവാലയ കർമ്മങ്ങളോടും അടുപ്പവും ഒരു സ്നേഹവും തോന്നാൻ തടസ്സമുണ്ടാക്കി ഇവരെ അകറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദുഷ്ടാത്മ സേനകളെയും നാരകീയ സേനകളെയും പൈശാചിക വ്യൂഹങ്ങളെയും അന്ധകാര ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ചു കെട്ടി ആട്ടിപ്പായിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ ദൈവമായ കർത്താവേ, പ്രാർത്ഥിക്കുമ്പോൾ മടുപ്പ്, ഉറക്കം, മന്ദത, മരവിപ്പ്, തുറവിയില്ലായ്മ, എതിർചിന്തകൾ, മല്ലടിക്കുന്ന ചിന്തകൾ, വിമത ചിന്തകൾ, അസ്വസ്ഥതകൾ, സന്ധ്യാപ്രാർത്ഥന സമയത്തും ഞായറാഴ്ച ദിവസങ്ങളിലും കുടുംബങ്ങളിൽ കലഹങ്ങളുള്ള കാര്യൂപികൾ യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ ദൈവമേ, തിരുസഭയിലെ വൈദികരെ കുറിച്ചും തിരുസഭയിലെ നടപടിക്രമങ്ങളെക്കുറിച്ചും ദുർചിന്തകളും എതിർചിന്തകളും അനുസരണക്കേട് ഉദ്ദീപിക്കുന്ന അരൂപികളെ ശാസിക്കുകയാണ്. തിരുസഭ വിരോധം, വൈദിക വിരോധം, ദൈവനിന്ദ, ഈ പാപങ്ങളിൽ ദൈവമക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അരൂപികളോടും ശക്തികളോടും യേശുവിന്റെ നാമത്തെ കൽപ്പിക്കുന്നു, വിട്ടുമാറി പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ജോർജ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ ഇടവയിൽ നിന്ന് വന്നിരുന്നു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യയും ഞാനായിട്ട് തെറ്റിപ്പിരിഞ്ഞ് പോയി ഒരു 10 മാസം ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ നിന്ന്. എനിക്കാണെങ്കിൽ ചായ പോലും തിളപ്പിക്കാൻ അറിയില്ല. അങ്ങനെ ഇടയ്ക്ക് വാശിയുടെ മുകളിൽ ഞാൻ ഡൈവേഴ്സിന് കേസ് കൊടുത്തു. ഭാര്യയാണെങ്കിൽ കോടതിയിൽ ഹാജരാവണില്ല. ഭാര്യയുടെ അവർ വീട്ടുകാർ വക്കീലിനെയും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഞാൻ മദ്യപാനം ഓവറായി ഒരു 2 ലിറ്റർ ബ്രാൻഡിയൊക്കെ ഒരു ദിവസം കുടിക്കും. അങ്ങനെ 2 ലിറ്റർ ബ്രാൻഡി ഫുൾ ടൈം വെള്ളത്തിലാണ് ഞാൻ. അങ്ങനെ ഭക്ഷണമില്ല. അങ്ങനെ പാലക്ക ഭാഗത്തുനിന്ന് 5 ബസ് എല്ലാ മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ഇവിടെ വരുന്നുണ്ട്. 5 ബസ് ആള്. അപ്പോൾ എൻ്റെ കടയിൽ, എൻ്റെ ബിൽഡിങ്ങിൽ ബിസിനസ് നടത്തുന്നവർ പറഞ്ഞു, ജോർജേട്ടൻ ഞങ്ങളുടെ കടയുടെ വാർഷികത്തിന് ഉണ്ടാവില്ല, തട്ടിപ്പോവും, ബ്ലഡൊക്കെ വരുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നില്ല. നേരം വെളുത്ത് 10 മണിയായിട്ട് എന്നെ കാണാണ്ട് കഴിഞ്ഞാൽ അവർ വീണ്ടും 4 പുറം നടക്കും എൻ്റെ പേര് വിളിച്ചിട്ട്, ഞാൻ ചത്തോടെ കാണിച്ചിട്ട്. അങ്ങനെ ഞാൻ അറിയാണ്ട് ജീജോ എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ ലീഡർ. ജീജോനോട് പറഞ്ഞു, ജോർജേട്ടനെ എങ്ങനെയും അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ആൾ പഠിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ജീജോയ്ക്ക് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. ഒരു ദിവസം രാത്രി ഇപ്പോൾ ജീജോൻ്റെ ഫോൺ, ഞാൻ ഈ ജീജോനെ കണ്ടിട്ടില്ല, ജീജോ എന്നെയും കണ്ടിട്ടില്ല. ജോർജേട്ട 2-3 മണിക്ക് പുലർച്ചയ്ക്ക് ബസ് വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വരും, ജോർജേട്ടൻ വരാണ്ട് പറ്റില്ല, എങ്ങനെയും പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് അതിനെതിരെ പറയാൻ പറ്റിയില്ല, ഞാൻ അബോധാവസ്ഥയിലാണ്. പക്ഷെ 2 മണിക്ക് ഞാൻ എൻ്റെ കാര്യം തന്നെ എനിക്ക് അതിശയമാണ്. എനിക്ക് ധ്യാനമൊക്കെ ഭയങ്കര ഇഷ്ടമായി, കണ്ടമാനം ജനം. അങ്ങനെ ഞാനപ്പോൾ എന്താ വെച്ചാൽ, എൻ്റെ വിചാരം ഇവിടെ വന്നു കഴിഞ്ഞാൽ യേശു എന്നെ കാണാണ്ടിരിക്കില്ല, എന്നെ കണ്ടു കഴിഞ്ഞാൽ സംഗതി നടക്കും. അപ്പോൾ കേസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റപ്പറ്റിയായി. എനിക്ക് ആണെങ്കിൽ അനുകൂലമായിട്ട് വിധി വരാറായി. ഭാര്യ പറഞ്ഞു, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോ? ഞാൻ ഇല്ല, ഞാൻ അനാശാലയിലേക്ക് എവിടെയെങ്കിലും പൊക്കോളാം, നിങ്ങളോടൊത്ത് ജീവിക്കാൻ ഞാൻ ഇല്ല. അവളെന്നെ തെറ്റിപ്പിരിഞ്ഞ് പോയപ്പോൾ എൻ്റെ മക്കളും എന്നെ വേണ്ടാന്ന് വെച്ചു, ബന്ധുക്കൾക്കും വേണ്ടാണ്ടായി, ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ 2 പ്രാവശ്യം ജൂലൈ ആഗസ്റ്റ് വന്നിട്ട് ഒരു അനക്കൂല ഇവിടെ. അപ്പം ഞാൻ ജീജോന് പറഞ്ഞു, ഞാൻ ഒരു വട്ടം കൂടി വരും സെപ്റ്റംബറിൽ ആദ്യത്തെ മാസം, അത് വന്നിട്ട് എനിക്ക് എൻ്റെ കാര്യം നടത്തണമെങ്കിൽ ഞാൻ ഇനി വരില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ സെപ്റ്റംബർ മാസത്തിലെ ധ്യാനത്തിന് വന്നിട്ട് ഒരുപാട് ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ട്. എൻ്റെ ഇത് ഉപ്പിയാവും വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുക. അങ്ങനെ വാഴ്വ് കഴിഞ്ഞ് സേവ്യാറച്ചൻ ധ്യാനം കഴിയാൻ 1 മണിക്കൂറുള്ളോ. അപ്പോൾ സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞു, ദേ ഡൈവേഴ്സിന്റെ പക്കത്തെത്തി നിൽക്കുന്ന ദമ്പതികളുടെ കാര്യത്തിൽ ദേ യേശു ഇടപെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ജീജോ പറഞ്ഞു, ജോറേട്ടന്റെ കേസിന് അവിടെ അച്ഛൻ വിളിച്ച് പറഞ്ഞു, നോക്കിക്ക് ഒക്ടോബറിലെ ധ്യാനത്തിന് ചേച്ചടക്കുണ്ടാവും ഉറപ്പാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം എനിക്ക് ഫോൺ വന്നു ഭാര്യയുടെ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊന്നാലും വേണ്ടില്ല, ഞാൻ അവിടെ ഒരുമിച്ച് ഇരിക്കാം, എനിക്കാണെങ്കിൽ വേഗം വന്നോട്ടെ എന്നുണ്ട്. യേശു നേരിട്ട് ഇടപെട്ടത് ഞാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ശരിക്കും അതിനുശേഷം ഞാൻ പിന്നെ മദ്യപാനം നിർത്തി, എല്ലാ ദുശീലങ്ങളും നിർത്തി. ഹല്ലേലൂയ. ദൈവം ഇവരെ രണ്ടുപേരെയും അത്ഭുതകരമായി ഒരുമിച്ച് ചേർത്ത് ദൈവത്തിന് വലിയൊരു അത്ഭുതം. കരങ്ങൾ ഉയർത്തിയടിച്ച് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തെ